നമുക്കിഷ്ടമുള്ളവരുടെ സന്തോഷം കാണാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകുന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഞാൻ ഒരുപാട് അറ്റം വരെ ഒന്നും പോയിട്ടില്ലെങ്കിലും ഇത് ഏകദേശം അതുപോലത്തേക്കൊരു സംഭവമാണെന്ന് പറയാം. എനിക്ക് ഭയങ്കര വാശിയായിരുന്നു ഇത്തവണത്തെ അബിയുടെ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലാക്കണം ആൻഡ് അവന് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൊടുക്കണമെന്ന്. അതിന് ഞാനൊരു 5 മാസം മുമ്പേ പരിപാടിയൊക്കെ തുടങ്ങി. അബിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ സർപ്രൈസ് ചെയ്യണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു ബർത്ത്ഡേ വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല. എനിക്കത് അപ്പം തന്നെ ചെയ്യണേ. പക്ഷേ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സഹിച്ച് ഞാനിങ്ങനെ പേഷ്യൻ്റായിട്ട് ആരോടും ഒന്നും പറയാതെ ഞാനിങ്ങനെ ആ എക്സൈറ്റ്മെൻറ്റിൽ ജീവിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു എന്തോ ഒരു റിഗ്രറ്റോ എന്തൊക്കെയോ ഒരു ഫീലായിരിക്കാം എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. സീയിങ് ഹിം ലിവിങ് ഹിസ് ഡ്രീം ഫിൽസ് മീ വിത്ത് ജോയ്. അത് സത്യമാണ് കേട്ടോ. നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാൾ ആ ഡ്രീം മൊമെൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ സന്തോഷം കാണുന്നതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റിട്ടേൺ. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഈ ബർത്ത്ഡേ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ട് വന്നു. ഇവിടെ ഒന്നും തീർന്നിട്ടില്ല. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇതൊക്കെ ഞാൻ ചെയ്തത് അബിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി തന്നെയാണ്. അതെ, അവൻ്റെ സന്തോഷം കണ്ടിട്ട് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പ്രിയപ്പെട്ടവരുടെ സന്തോഷം കാണാൻ വേണ്ടി കുറച്ചറ്റം വരെയൊക്കെ പോകാമെന്നേ.